ഹലോ ചക്കരകളെ, ഞാൻ മുളക് പൊടിക്കുക. നല്ല മുളക് പൊടിയൊന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ടേ ഞാൻ മുളക് പൊടിക്കുക. ഞാൻ നല്ല പണിയിലും തിരക്കിലുമാണ്. വാട്സപ്പ് പോലും എനിക്ക് കൃത്യമായിട്ട് നോക്കാൻ ഇപ്പം പറ്റുന്നില്ല. അറിയാമല്ലോ എന്തായിരിക്കും സംഭവം. ഞാൻ മുളക് പൊടിച്ചോണ്ടിരിക്കണേ. എനിക്ക് ഇച്ചിരി വിളവിൽ രുചി. ഒന്നാമത്തെ ഞാൻ ഉച്ചക്ക് മാത്രമാണ് ചോറുണ്ടെന്ന്. അപ്പം എനിക്ക് ഉച്ചക്ക് ചോറുണ്ടപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഉച്ചക്ക് ചോറുമ്പോൾ രാജാവിനെ പോലെ ചോറുണ്ടോ എന്ന് വെച്ചാൽ ഉള്ള കറി നല്ല രുചി ഉണ്ടായിരിക്കും. എന്തെങ്കിലും നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ചോറുണ്ണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തോണ്ട് കേട്ടാ. അല്ലാതെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, ഞാൻ തള്ളുവാണെന്നൊക്കെ പറയും വേണമെങ്കിൽ. ഞാനേ ചോറ് വെച്ചു, മീൻകറി വെച്ചു, മുളക് കറി വെച്ചു. അമ്മ എന്തോ ഒരു കറി വെക്കുന്നുണ്ട്. എന്ത് വേണം ഒരു വൈദ്യുതി പരിപ്പൊക്കെ. ഈ പയറുണ്ടല്ലോ, എന്ത് പയറിൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല. ഈ പയർ വെച്ച് തക്കാളിയും ഇതൊക്കെ ഇട്ടൊരു കറി വെക്കുന്നു. അമ്മുവിന് ഇഷ്ടമുള്ള കറി അമ്മ ഒരു ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കിടന്ന് അത് മാത്രം ചെയ്യാൻ വരും. നമുക്ക് ഒരു ഹെൽപ്പും ചെയ്ത് തരത്തില്ല. ഇതൊക്കെ ഇച്ചിരി കുറ്റം പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ. ഞാനിപ്പോൾ എന്താ പറയുക, എന്തിൻ്റെ പേരെന്താണ്, ബ്രക്കോളി ഞാൻ മുട്ടയിട്ട് ചിക്കാൻ നോക്കും. ബോവന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പിന്നെ പൊടിയായിട്ട് വൃത്തിയായിട്ട് ഉപ്പിട്ടൊക്കെ കഴുകിയെടുക്കണേ. എന്നിട്ട് ഇതൊക്കെ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ട് ചക്കരകളെ. പക്ഷെ അത് വീഡിയോ ഒക്കെ പിടിക്കാനായിട്ട് ഭയങ്കര പണിയല്ലേ. പിന്നെ എന്നാണ്ട് വിശേഷം? സുഖങ്ങളൊക്കെ തന്നെ ഇരിക്കുന്നു. വീട്ടമ്മമാരെ, മഹാലക്ഷ്മികളെ. അയ്യോ, ഇന്നലെ നമ്മുടെ ഉഷാനാരായണനെ അവർ നമ്മുടെ വീഡിയോ ഒന്ന് കമൻ്റ് ഇട്ടിട്ട് എല്ലാവരും വന്ന് പൊങ്കാല ഇടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിലോട്ട് നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. കാരണം 2 വീഡിയോയും വീട്ടിലെ ജോലിയും എല്ലാ കാര്യം കൂടെ ആകുമ്പോൾ അത് തന്നെയല്ല, ഈ വാട്സപ്പിനകത്തോട്ട് മെസ്സേജ് വരുന്നത് ഓരോന്നൊക്കെ എഴുതിയെടുക്കാനൊക്കെ ഉണ്ട്, നമ്പരൊക്കെ ശേഖരിക്കാനുണ്ട്, ഒരുപാട് പ്രശ്നമുണ്ട്. അതിൻ്റെ ഇടയിൽ എല്ലാം കൂടെ ഞാൻ 2 കൈയാണ് ചക്കരകളെ. എൻ്റെ റിലേ പോയി ഇരിക്കുകയാണ്. പിന്നെ പാചകം, കുറേ പാത്രമൊക്കെ കഴുകാൻ കിടക്കുന്നു. നല്ല പണിയുണ്ട്. യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ് ഞാനിപ്പോൾ. അല്ലേ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഈ വീട്ടുകാർ നമ്മൾ ചെയ്യുന്നത് അടുക്കള ജോലി എന്ന് പറയാം. അടുക്കള ജോലി ഒന്ന് ചെയ്തു നോക്കും. നമ്മൾ ഇച്ചിരി സമയം ഇല്ലെങ്കിൽ നല്ല ചോറും കറിയും കൂടെ കാണത്തില്ല. എനിക്ക് പിന്നെ ഞാനിതൊക്കെ ചെയ്യുന്നതേ എനിക്ക് രുചിയായിട്ട് കഴിക്കും. എനിക്ക് ഒരു ചെറിയ സംതൃപ്തി എൻ്റെ ചക്കരകളെ ഞാൻ തന്നെ വെക്കണം. അതാണ്. ബോബന് ഞാൻ തന്നെ വെക്കണം. ബോബന് ഞാൻ വെക്കണം. ബോബൻ്റെ അമ്മ അല്ല ഞാൻ. അതാണ് ബോബന് ഇഷ്ടം. ബോബൻ്റെ അമ്മയുടെ എന്തോ ഒക്കെ കൈപ്പുണ്യം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ബോബൻ അവയ്ക്കിത് ഇഷ്ടമാണ്. ബോബൻ്റെ അമ്മ നല്ല ഫുഡൊക്കെ വെക്കും. ഞങ്ങൾക്ക് കൊടുത്തൊക്കെ വിടും കേട്ടോ. ഞങ്ങൾ സഹകരണം ഇല്ലെങ്കിലും ഞങ്ങൾക്കെല്ലാം തന്നൊക്കെ വിടും. എന്നോട് സഹകരണം ഇല്ലെങ്കിൽ ബോബൻ്റെ അമ്മ എല്ലാ സാധനവും ഞങ്ങൾക്ക് തന്നു വിടും. ചക്കരകളെ, എന്നാണ്ട് വിശേഷം? ആസ്വദിച്ച് ജോലി ചെയ്യുവിൻ. എനിക്ക് ജോലി ചെയ്യാൻ പക്ഷെ മടിയില്ല കേട്ടാ, അത് പറഞ്ഞേക്കാം. ഇതിൻ്റെ ചില ദിവസം നമുക്ക് 100,000 കാര്യം. കാരണം നമുക്ക് വീട്ടമ്മമാരാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഈ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ എന്താ, ജോലി മാത്രം ഇങ്ങനെ വീട്ടുജോലി മാത്രം ചെയ്ത് കിടക്കുന്ന സാധനങ്ങളാണ്. അതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. ആളുകളൊന്നും ബോവനൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ബോവനൊക്കെ പിന്നെ അത്രക്കും ബിസിയായ ജോലിയായിട്ടാ. ഒന്നും ചെയ്യാതെ തിരിഞ്ഞു പോലും നോക്കാതെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ എന്ത് പറയില്ല, അതൊക്കെ എന്ത് പറഞ്ഞാലും ചെയ്തു തരും. അല്ല അരിഞ്ഞൊക്കെ തരും. ഇങ്ങനെ ഓരിപ്പോൾ ഇല്ലാത്തതുകൊണ്ടല്ല എനിക്കിപ്പോൾ അരിഞ്ഞൊക്കെ തന്നേന്. ഞാൻ 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അത്ര ചെറിയ പണിയല്ല ചക്കരകളെ. ഞാനൊരു അസിസ്റ്റൻറ്റിനെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊരു അസിസ്റ്റൻറ്റിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സത്യം, നല്ല സ്മാർട്ടായിട്ട് അസിസ്റ്റൻറ്റിനെ ഞാൻ മിക്കവാറും ഉടൻ കൊണ്ടുവരുന്നതായിരിക്കും. ആരാണ് നമ്മുടെ കൂടെ എൻ്റെ അടുത്തോട്ട് വരാൻ നിൽക്കുന്ന ആള് എന്ന് എനിക്കറിയില്ല ചക്കരകളെ. നമ്മൾ കൊണ്ടുവരും. ഒരു ദൈവവിശ്വാസമൊക്കെയുള്ള ഒരു ആളെ എനിക്ക് ഉടൻ വേണം. അപ്പോൾ ഞാൻ പാചകം ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്ത് എനിക്ക് അടുപ്പിച്ച് തരുന്ന ഒരാൾ അല്ലേ. അങ്ങനത്തെ ഒരാളുടെ ആവശ്യം എനിക്കില്ല ചക്കരകളെ. എനിക്ക് ആവശ്യമുണ്ട്.
ഇങ്ങനെ നമ്മൾ ജോലി ഇതുണ്ടാക്കി പോകാൻ എത്ര മണി? 1 മണിയായിരിക്കും. ഇന്നെല്ലാം താമസിച്ച് വയ്ക്കും. ഇതിപ്പോൾ ഞാൻ നിമിഷ നേരങ്ങളൊക്കെ ഉണ്ടാക്കും. എനിക്ക് വേറെ കുറേ പണികളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ചക്രകൾക്ക് നല്ലൊരു വീഡിയോ ഇടാൻ പറ്റിയില്ല. കുറേ സമയം സംസാരിച്ച് നാട്ടിൽ നിന്നൊക്കെ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ഓഹ്, ഇപ്പം എൻ്റെ സമയം പോയി. ദാസന്മാരെ, എൻ്റെ ദാസന്മാരെ എന്നോട് ക്ഷമിക്കേട്ടാ. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ചോറിപ്പം ഞാൻ കോട്ടിക്കും ചക്രകളെ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി 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 വരുന്നതായിരിക്കും. ഇതും എന്താണ് ഈ കാണിക്കുന്നത്? കുങ്കുമ ഇതിങ്ങനെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിരിക്കുക. ഇത് ഞാൻ എണ്ണയിടത്തിട്ട് ചട്ടി അടുപ്പ് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ എന്നിട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ സാരിയിട്ട് നന്നായിട്ട് വഴന്ന് പറയുമ്പം പിന്നെ ഒരു പിടി തേങ്ങ ഇട്ടിട്ട് ഇളക്കും. എന്നിട്ട് അതിനകത്തോട്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ചെക്കിയെടുക്കും. സൂപ്പർ ഗുണവും ഉണ്ട്. ഇത് അധികം വെന്ത് പോകരുത്. ഇതിൻ്റെ പച്ചപ്പ് മാറുന്നതിന് നിങ്ങൾ ചെയ്തു തുടങ്ങട്ടെ. ഇത് നല്ല വിലയുള്ള സാധനമാണ്. നല്ല ഇത് നിറയെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ കഴിക്കണം. നമുക്ക് വാർദ്ധക്യം വരുന്നില്ല, നമ്മൾക്ക് ഇളവികളാകത്തില്ല, സൂപ്പർ സുന്ദരികളായിട്ടിരിക്കും. ഇതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പം എന്നോട് ഇങ്ങനെ കളർഫുൾ സാധനങ്ങൾ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് അന്നേരം നല്ല യൗവനം പറ്റുന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എല്ലാ കളർഫുൾ സാധനങ്ങളും ഇപ്പം അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചക്കരകളെ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയണേ സുങ്കുമ പഴയതിലും മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന്. ഇച്ചിരി കളറൊക്കെ ചേഞ്ച് ചെയ്തെന്ന് തോന്നുന്നല്ലേ. മറ്റേ അവക്കാടോയും അതും ഇതും എല്ലാം ഓരോന്നും എൻ്റെ കൊല്ലം. ബ്രൊക്കോളി ഞാൻ അരിഞ്ഞതെല്ലാവരും കാണിച്ചിട്ടുണ്ട്. കണ്ട ബ്രൊക്കോളി ഇത് ഉള്ളിയായിട്ട് വഴറ്റുക. ഓരോ വഴന്നിട്ടിട്ട് പച്ച കളർ പോകരുത്. ഇച്ചിരി മഞ്ഞപ്പൊടിയും തേങ്ങയും കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു തോരനല്ലേ, എത്രയൊക്കെ മതി. എളുപ്പം ഉണ്ടാക്കാമല്ലോ. ഇതേ ഒരു 2 മുട്ട കൂടെ ഞാൻ പൊട്ടിച്ചൊഴിക്കുവാണേ. ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളിപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നറിയാവാ, ഒരു പാത്രത്തിൽ നിറച്ച് കറികൾ കൂടുതൽ വെച്ച് തുള്ളി ചോറ കഴിക്കുന്നത്. കാരണം അല്ല നമ്മൾ 8ൻ്റെ പണി മേടിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരും എന്നെ നോക്കുക. അപ്പോൾ ഈ കോളിഫ്ലവർ എന്നതിൻ്റെ പേര് ബ്രൊക്കോളി എന്ന് പറഞ്ഞാലേ ഈ സാധനം ശരിക്കും പറഞ്ഞാൽ നിറയെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. മുട്ട എന്താണ് പ്രോട്ടീൻ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെക്കുക. ശകലം മീൻകറി വെക്കുക, മനസ്സിലായ? എന്നിട്ട് ശകലം ചോറ് വെക്കുമ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് നിറഞ്ഞോളുമല്ലോ. ചോറൊക്കെ നിറച്ച് കയറ്റി നമ്മളെ അവസ്ഥയിലായി. ഇത് നല്ല ഇട്ടൊരു മുളക് കറി. സൂപ്പർ മുളക് കറി അല്ലേ? സൂപ്പർ മുളക് കറി അല്ലേ? ഇത്രയോട് ചോറൊക്കെ ഒരു കൊച്ചു കുക്കറിലൊക്കെ ആക്കി. പുരോഗതിയാണ് ദോസം പറയും, പുരോഗതിയാണ്.